എല്ലാവർക്കും നമസ്കാരം. ഗാർമെന്റ് ടെക് ഇൻഫോയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു മെഷർ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു ഗാർമെന്റ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എന്ന ക്ലാസ്സിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ആദ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ ക്രൂനെക്ക് ഒന്ന് പരിചയപ്പെടുത്തരാം. അതൊരു ടോപ്പ്. ജസ്റ്റ് ഈ ക്ലിപ്പ് ഒന്ന് കാണ്, വെറുതെ ഒരു രസത്തിന്. അപ്പോൾ ഇങ്ങനെയാണ് ഗാർമെൻറ്റ് മെഷർ ചെയ്യുക. നമുക്കിനി ആ മെഷറിംഗ് പോയിന്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അതായത് ഞാനിവിടെ ഒരു ക്രൂനെക്ക് ടീഷർട്ടിൻ്റെ ഒരു ഇമേജ് വെച്ചിട്ടുണ്ട്. അതായത് ഈ പോയിന്റിനാണ് നെക്ക് വിത്ത് എന്ന് പറയുക, സീം ടു സീം. ഓക്കെ, അതായത് നെക്ക് റിപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സീം മുതൽ ഫ്ലാറ്റിൽ അളന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീം വരെ. അടുത്തത് ഷോൾഡർ. ഇത് വന്നിട്ട് അക്രോസ് ഷോൾഡർ എന്ന് പറയും, ഈ പോയിന്റ് ടു പോയിന്റ്, അല്ലെങ്കിൽ ഷോൾഡർ ടു ഷോൾഡർ എന്നും പറയും. ഇത് വന്നിട്ട് വെറും ഷോൾഡർ സീം മാത്രം പറയും. അതായത് ഷോൾഡർ ലെങ്ത്, ഷോൾഡർ സീം എന്നൊക്കെ പറയും. അതായത് ഒരു ഷോൾഡർ മാത്രം അളക്കുന്നതിന്. ഈ കാണുന്നതാണ് ഷോൾഡർ ഫോർവേഡ്. അതായത് നമ്മുടെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഫോർവേഡായി വരുന്നതിന് ഷോൾഡർ ഫോർവേഡ് എന്ന് പറയും. ഇത് വന്നിട്ട് നെക്ക് ഡ്രോപ്പ്. ഇത് നെക്ക് ഡ്രോപ്പ് വന്ന് HPSൽ നിന്നും, ഇത് നെക്ക് ഡ്രോപ്പ് വന്ന് സെൻറ്റർ ബാക്കിൽ നിന്നും. ഓക്കെ, ഇത് അക്രോസ് ഫ്രണ്ട്, അക്രോസ് ചെസ്റ്റ്, ചെസ്റ്റ് വിത്ത് എന്നൊക്കെ പറയും. അതായത് ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് ഏകദേശം അളക്കും, ഇല്ലെങ്കിൽ അതിനൊരു പോയിന്റ് ഓഫ് മെഷർ കൊടുക്കും അവർ. ഇത് ആം ഹോൾ സ്ട്രെയിറ്റ് എന്ന് പറയും. അതായത് ഷോൾഡർ പോയിന്റിൽ നിന്നും ചെസ്റ്റ് പോയിന്റിലേക്ക് നേരിട്ട് ടേപ്പ് വെച്ച് അളക്കുന്നതിന് ആം ഹോൾ സ്ട്രെയിറ്റ് എന്ന് പറയും. അതേപോലെ ആ ആം ഹോളിൻ്റെ കർവിനനുസരിച്ച് അളന്നു വരുന്നതിന് ആം ഹോൾ കർവ് അലോങ് സീം എന്ന് പറയും. അതായത് ആ സീമിൽ കൂടെ അളന്നിട്ട് വരുന്നതിന്. ഇത് ആം ഹോൾ സ്ട്രെയിറ്റ് ഫ്രം HPS. അതായത് ഹൈ പോയിൻ്റ് ഷോൾഡറിൽ നിന്ന് ആം ഹോൾ ജോയിൻ്റ് വരയ്ക്കുള്ള ലെങ്ത്, അതിനാണ് ആം ഹോൾ സ്ട്രെയിറ്റ് ഫ്രം HPS എന്ന് പറയുക. അടുത്തത് ചെസ്റ്റ്, വേസ്റ്റ്, ബോട്ടം, ഫ്രണ്ട് ലെങ്ത് ഫ്രം HPS. ഈ HPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഷോൾഡർ പോയിന്റ്. ഓക്കെ, ഇത് ഫ്രണ്ട് ലെങ്ത് ഫ്രം LSP എന്ന് പറയും, അതായത് ലോവർ ഷോൾഡർ പോയിന്റ്. ഇത് വന്ന് ഫ്രണ്ട് ലെങ്ത് ഫ്രം സെൻറ്റർ ഫ്രണ്ട് എന്ന് പറയും, അതായത് സെൻറ്റർ ഫ്രണ്ടിൽ. ഇതേപോലെ ബാക്കിലും വരാം, ഞാൻ ബാക്കിൻ്റെ ഒന്നും കൊടുത്തിട്ടില്ല. സ്ലീവ് ലെങ്ത് ഫ്രം ഷോൾഡർ പോയിന്റ്. ഓക്കെ, ഇത് വന്നിട്ട് സ്ലീവ് ലെങ്ത് ഫ്രം സെൻറ്റർ ബാക്ക് മുതൽ സ്ലീവ് വരയ്ക്കും അളക്കുന്നതിന് സ്ലീവ് ലെങ്ത് ഫ്രം സെൻറ്റർ ബാക്ക് എന്ന് പറയും. അടുത്തത് ബൈസിപ്പ് ഓർ മസിൽ. ഇത് വന്നിട്ട് നമ്മുടെ സ്ലീവ് ആം ഹോൾ ജോയിൻ്റ് വരുന്ന സ്ഥലത്ത് നിന്ന് 90 ഡിഗ്രിയിൽ അളക്കുന്നതിന് ആണ് ബൈസിപ്പ് ഓർ മസിൽ വിത്ത് എന്ന് പറയുക. അടുത്തത് ഇതാണ് സ്ലീവ് ഓപ്പൺ. അടുത്തത് അണ്ടർആം ലെങ്ത്, അതായത് നമ്മുടെ സ്ലീവിൻ്റെ അണ്ടർആമിൻ്റെ ആ സീമിൻ്റെ ലെങ്ത്. അടുത്തത് ഇത് നെക്ക് ബാൻഡ് ഹൈറ്റ് എന്ന് പറയും. നെക്ക് വെൽറ്റ് ഹൈറ്റ്, നെക്ക് ബാൻഡ് ഹൈറ്റ് എന്നിങ്ങനെ പലതും പറയും.
ഇത് വന്നിട്ട് ഹെമ്മിങ് ഹൈറ്റ്, സ്ലീവ് ഹെമ്മിങ്, ബോട്ടം ഹെമ്മിങ്. അടുത്ത ജസ്റ്റ് ഒരു പോളോ, മറ്റേ ചെസ്റ്റും ലെങ്ത്തും ഒക്കെ സെയിം അതേപോലെ തന്നെയാണ്. ഇത് ഞാൻ എക്സ്ട്രാ ആഡ് ആകുന്ന സംഭവങ്ങൾ മാത്രം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലാക്കറ്റിൻ്റെ ലെങ്ത്ത്, പ്ലാക്കറ്റിൻ്റെ വിത്ത്. അടുത്തത് ഇത് കോളർ പോയിൻ്റ്, ഇത് വന്നിട്ട് കോളർ ലെങ്ത്ത്. ഇത് വന്നിട്ട് ബട്ടൺ ടു ബട്ടൺ ഹോൾ വന്നിട്ട് നെക്ക് ഓപ്പണിങ്. ഇത് കോളർ ഹൈറ്റ് അറ്റ് സെൻറ്റർ ബാക്ക്, ബാൻഡ് ഹൈറ്റ് അറ്റ് സെൻറ്റർ ബാക്ക്. അടുത്തത് ഇതിൽ കുറച്ച് ട്രിംസ് ഉണ്ട്. അതായത് ബാക്ക് ഹാഫ് മൂൺ, ബാക്ക് യോക്ക് എന്നൊക്കെ പറയും, സ്ലിറ്റ് എന്ന് പറയും, വെൻഡ് എന്നൊക്കെ പറയും. യോക്ക് വിത്ത്, യോക്ക് ഹൈറ്റ് അറ്റ് സെൻറ്റർ ബാക്ക്, സ്ലിറ്റ് ഹൈറ്റ്. ഇത് സ്ലിറ്റ് ടു ഓപ്പൺ. ഇനി ഒരു ബോട്ടത്തിലേക്ക് പോവാം, ഒരു പാൻറ്റോ ഷോർട്ട്സോ എന്താണെന്ന് വെച്ചത്. വേസ്റ്റ്, നമ്മൾ ഫ്ലാറ്റ് ആയിട്ടിരിക്കുമ്പം ആ വേസ്റ്റിന് എന്ത് അകലം വരുന്നത്, അതാണ് വേസ്റ്റ് ബാൻഡ് റിലാക്സ് എന്ന് പറയുക. അടുത്ത് വേസ്റ്റ് ബാൻഡ് സ്ട്രെച്ച്, അതായത് ആ വേസ്റ്റ് ബാൻഡ് വന്നിട്ട് വലിച്ചാലോ ഓപ്പൺ ചെയ്താലോ വരുന്ന മെഷർമെൻറ്റ്. അതായത് ആ വേസ്റ്റ് ബാൻഡ് സ്ട്രെച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മളെ കൊണ്ട് അത് വെയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റത്തില്ല. ഇത് വേസ്റ്റ് ബാൻഡ് ഹൈറ്റ്. ഹിപ്പ് പൊസിഷൻ, ഹിപ്പ് അളക്കേണ്ട സ്ഥലം, ലോ ഹിപ്പ് പൊസിഷൻ, ലോ ഹിപ്പ്. അടുത്ത് തൈ, knee position, knee, calf position, calf, bottom opening or leg opening, side length or out seam, in seam, front raise, back raise, side pocket height, pocket open height, side pocket open width, back pocket height, back pocket width, fly height, fly width. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് എക്സ്ട്രാ മെഷർമെൻറ്റ് ഇത് തരാം. ഒരു 15 സെക്കൻഡ് ഞാനിത് നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് തനിച്ചൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മതി. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ PDF അല്ലെങ്കിൽ പ്രസൻറ്റേഷനോ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈവറിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ഇതൊരു വുമൺസ് ടീഷർട്ടാണ്. ഈ എക്സ് എന്നുള്ളത് വന്നിട്ട് അക്രോസ് ഫ്രണ്ടിൻ്റെ പൊസിഷനാണിത്. മനസ്സിലായോ? ഞാനിത് അപ്പോഴേ പറഞ്ഞില്ല. ഇത് വന്നിട്ട് വേസ്റ്റിൻ്റെ പൊസിഷനാണ്. അതൊക്കെ തരും, ഒരു മെഷർമെൻറ്റ് ചാർട്ടിൽ അതൊക്കെ തരും. ഈ ABCD എന്നുള്ളതൊക്കെ വന്നിട്ട് നമുക്ക് ഈ വായിക്കാൻ അറിയാത്തവർക്ക് വന്നിട്ട് ഹൗ ടു മെഷർമെൻറ്റ് വന്നിട്ട് ഇപ്പോൾ ചെസ്റ്റ് എന്ന് എഴുതിയിട്ട് അതിൽ ബ്രാക്കറ്റിൽ വന്നിട്ട് H എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ H കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ H വന്നിട്ട് ചെസ്റ്റാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എക്സാമ്പിളിന് വന്നിട്ട് ഇപ്പോൾ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലാണ് നമുക്ക് മെഷർമെൻറ്റ് സ്പെഗ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൗ ടു മെഷർമെൻറ്റിൻ്റെ ഈ ആൽഫബറ്റിക് വന്നിട്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് നോക്കി സിമ്പിളായി മനസ്സിലാക്കാം. ഇതൊരു ടാങ്ക് ടോപ്പാണ്. നെക്ക് ഡ്രോപ്പ്, നെക്ക് വിത്ത്, ആം ഹോൾ ഹൈറ്റ്, വേസ്റ്റ് പൊസിഷൻ, ഹൈറ്റ് ഫ്രം HPS, സ്ട്രാപ്പ് ഹൈറ്റ്. ഇതൊരു സ്ലീവ്ലെസ് ടീ ആണ്. ഇത് സെയിം അത് തന്നെയാണ്. ഇതിൽ വന്നിട്ട് ഞാൻ നെക്ക് വിത്ത് കാണിച്ചിരിക്കുന്നത് ഇൻസൈഡാണ് കേട്ടോ. അതായത് നെക്ക് വിത്ത് ഇൻസൈഡ്. കാരണം ഇത് വന്നിട്ട് ഒരു ബൈൻഡിങ്ങാണ് വരുന്നത്. അതുകൊണ്ട് സീം ടു സീം അവരെടുത്തിട്ടുള്ള ഇൻസൈഡിലാണ് എടുത്തിരിക്കുന്നത്. നമ്മളത് തീർച്ചയായും ചെക്ക് ചെയ്യണം കേട്ടോ.
ഒരു മെഷറിങ് ചെയ്യുമ്പോൾ സീം ടു സീം ആണോ അതോ എഡ്ജ് ടു എഡ്ജ് ആണോ എന്ന് തീർച്ചയായും നോക്കിയിരിക്കണം. ഒരു ജംപ് സ്യൂട്ടാണ്. ഇത് സ്ലീവ് ലെങ്ത്ത്. ഈ പൊസിഷൻ എൽബോ എന്ന് പറയും. എൽബോ പൊസിഷൻ ഇതെപ്പോഴും പോലെ ബൈസിപ്സ് ഓർ മസിൽ സ്ലീവ് ഓപ്പൺ. ഫുൾ സ്ലീവ് വരുമ്പോൾ എൽബോ തരും. ഇതിൻ്റെ നീ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് സൈഡ് സീമിൽ നിന്നാണ്. അതൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു മെഷർമെൻറ്റ് അളക്കുമ്പോൾ ചിലപ്പോൾ അവർ ആ പൊസിഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്നായിരിക്കും. ആ ആംഗിൾ നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ മെഷറിങ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊരു ഡ്രസ്സാണ്. അതേ കണ്ടോ, ഇതൊരു സ്ലിറ്റാണ്. സ്ലിറ്റ് ഓപ്പൺ എന്ന് പറയും. ഇത് ചെസ്റ്റ്, ഇത് വെയ്സ്റ്റ്, ഇത് ഹിപ്പ്, ഇത് ബോട്ടം. ഇവിടെ ഹിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മെഷർമെൻറ്റ് ആഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുന്നത്. ഇത് സൈഡ് പോക്കറ്റ് ഓപ്പൺ ആണ്. ഇത് വന്നിട്ട് ആ പോക്കറ്റിൻ്റെ പൊസിഷൻ. ഓക്കെ, ഇത് നമ്മളപ്പോഴേ കണ്ട ഒരു പോളോ. ഇതിൻ്റെ ആം ഹോൾ അളന്നിരിക്കുന്ന ഒരു വേറൊരു രീതിക്കാണ്. അതായത് ഫ്രം ആം ഷോൾഡർ പോയിൻ്റ് ടു ചെസ്റ്റ് പോയിൻ്റ്. ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രൈറ്റ് ഹാൻഡാണ് അളന്നിരിക്കുന്നത്. കർവിലോ ഈ പോയിൻ്റ് ടു ഈ പോയിൻറ്റോ അല്ല. ഇതൊന്ന് സ്ട്രൈറ്റ് ആണ്. 90 ഡിഗ്രിയിൽ വേണം ഇത് അളക്കാൻ. ഇത് ഞാൻ പറഞ്ഞല്ലോ നെക്ക് ഓപ്പൺ, അതായത് ആ ബാൻഡ് ടു ബട്ടൺ ഹോൾ കാണിച്ചു തന്നില്ല, ആ മെഷറിങ്. ഇത് കോളർ ലെങ്ത്ത്, ഇത് കോളർ ഹൈറ്റ്, കോളർ പോയിൻ്റ്. അടുത്തത് ഹുഡ് വിത്ത് സിപ്പറാണ്. ഇതിൽ നിങ്ങളെല്ലാം മെഷർമെൻറ്റ് നമ്മളവിടെ കണ്ടതാണ്. സ്ലീവ് ലെങ്ത്ത്, എൽബോ പൊസിഷൻ, എൽബോ, സ്ലീവ് ഓപ്പൺ അറ്റ് സീം, അതായത് ആ സീമിൽ എന്തോരം മെഷർമെൻറ്റ് വേണം. ഇത് വന്നിട്ട് കഫ് ഓപ്പൺ, അതായത് സ്ലീവ് എഡ്ജിൽ. അത് രണ്ടും രണ്ട് മെഷർമെൻ്റ് ആയിരിക്കണം, പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമാണ്. അതേപോലെ ഇത് വന്നിട്ടൊരു വെൽറ്റ് പോക്കറ്റ് ഹൈറ്റ്, വെൽറ്റ് പോക്കറ്റ് പൊസിഷൻ ഫ്രം സൈഡ് സീം, അതായത് ടോപ്പിൽ വന്നിട്ട് ഡിഫറെൻറ്റ് വേറെ ആയിരിക്കും, ബോട്ടത്തിൽ വന്നിട്ട് ഡിഫറെൻറ്റ് വേറെ ആയിരിക്കും. അതേപോലെ ഈ വെൽറ്റ് ബോട്ടം സീമിൽ നിന്നുള്ള മെഷർമെൻറ്റ് വേറെ ആയിരിക്കും. അപ്പോൾ അത് തനിച്ച് കൊടുത്തിട്ടുണ്ടാവും. അതിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഇതിലും കണ്ടോ, ഇത് വന്നിട്ട് ബോട്ടം സീം, ഇത് ബോട്ടം. കഫ് ഹൈറ്റ്, ബോട്ടം ബെൽറ്റ് ഹൈറ്റ്. അടുത്ത് നമുക്ക് ഹുഡ്. ഇത് ഹുഡ് ഓപ്പൺ എന്ന് പറയും. ഇത് ഹുഡ് വിത്ത് എന്ന് പറയും. ഹുഡ് വിത്തിനൊരു പൊസിഷൻ ഉണ്ടാകും. അതേപോലെ ഹുഡ് ഹൈറ്റ് ഫ്രം ഈ പോയിന്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, HVS. ഓക്കെ, ഹുഡ് ഹൈറ്റ് അറ്റ് HVS അങ്ങനെ കൊടുക്കും. അത് വന്നിട്ട് വെൽറ്റ് പോക്കറ്റ് ആയിരുന്നു. ഇതൊരു കങ്കാറു പോക്കറ്റ് എന്ന് പറയും. പോക്കറ്റ് വിത്ത് അറ്റ് ടോപ്പ്, പോക്കറ്റ് ഹൈറ്റ്, പോക്കറ്റ് വിത്ത് അറ്റ് വൈഡസ്റ്റ് പോയിന്റ്, പോക്കറ്റ് വിത്ത് അറ്റ് ബോട്ടം, പോക്കറ്റ് സൈഡ്. ഓക്കെ, അടുത്ത ഒരു ക്രൂ നെക്ക് സെറ്റ് ഷർട്ട്. ഇതിൽ നമ്മൾ അപ്പോഴേ കണ്ടതൊക്കെ തന്നെയാണ് എല്ലാ മെഷർമെൻറ്റും. ഇതിൽ എക്സ്ട്രാ മെഷർമെൻ്റ് ഒന്നും ഇല്ല. ഇതിലും എക്സ്ട്രാ ഒന്നുമില്ല. വീനക്കുണ്ട്. വീനക്കിൻ്റെ മെഷർമെൻ്റ് അതേപോലെ. ഇത് വന്നിട്ട് ബാക്ക് നെക്ക് ഡ്രോപ്പ്, ഇത് ഫ്രണ്ട് നെക്ക് ഡ്രോപ്പ്, ഇത് നെക്ക് വിത്ത്. ഇതൊരു ബോഡി സ്യൂട്ടാണ്.
ഇതിൽ വന്നിട്ട് അക്രോസ് ഫ്രണ്ടിൻ്റെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, വേസ്റ്റിന് പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, ഹിപ്പിന് പൊസിഷൻ ഫ്രം വേസ്റ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, ഷോൾഡർ ലെങ്ത്ത്, ആം ഹോൾ ഹൈറ്റ്, ഇതൊക്കെ നമ്മൾ അപ്പോഴേ നോക്കിയ മെഷർമെൻറ്റ് തന്നെയാണ്. അടുത്തൊരു ടാങ്ക് ടോപ്പ് തന്നെയാണ്. ഇതിലും പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. സ്ട്രാപ്പ് ലെങ്ത്ത് മാത്രം ഒന്ന് എക്സ്ട്രാ ആയിട്ടുണ്ട്. അതേപോലെ മറ്റേ അഡ്ജസ്റ്റബിളിൻ്റെ ലെങ്ത്ത് ഇതിൽ മെൻഷൻ ആയിട്ടുണ്ട്. അതേപോലെ ഈ ബൈൻഡിങ് അടിക്കുന്നുണ്ടല്ലോ, ആ ബൈൻഡിങ്ങിൻ്റെ ഇതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇതിലൊരു ഇതുണ്ട് കേട്ടോ, ബാക്ക് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഫ്രണ്ട് ലെങ്ത്തും ബാക്ക് ലെങ്ത്തും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ബാക്ക് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. സൈഡ് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. സെയിം അത് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് നമ്മൾ കണ്ടതാണ്. ഇത് നമ്മൾ കണ്ടതാണ്. അതെല്ലാം മെഷർമെൻറ്റ് അറിയുന്നതാണ് നിങ്ങൾക്ക്. അടുത്തൊരു ഷോർട്സ് ആണ്. ഷോർട്സിൽ അത് നമ്മളെങ്ങനെയാണ് പാൻറ്റിൽ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സെയിം അതേ പരിപാടി തന്നെയാണ്. ലെങ്ത്ത് മാത്രമല്ല കുറയുന്നുള്ളൂ. ചിലത് നോക്കണം കേട്ടോ. അതായത് ഈ ഫ്രണ്ട് റൈസ് ബാക്ക് റൈസ് എന്ന് പറഞ്ഞ് തരുമല്ലോ, അത് വന്നിട്ട് ഫ്രം വേസ്റ്റ് ബാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. വേസ്റ്റ് ബാൻഡിൻ്റെ ടോപ്പ് എഡ്ജിൽ നിന്നും കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേസ്റ്റ് സി എമ്മിൽ നിന്നും കൊടുത്തിട്ടുണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് വന്നിട്ട് വേസ്റ്റ് സി എമ്മിൽ നിന്നാണ്. ചിലപ്പോൾ വേസ്റ്റ് ബാൻഡ് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരും കേട്ടോ മെഷർമെൻറ്റ്. അത് നോക്കണം. ഇതൊരു റാഗ്ലാൻ സീമാണ്. ഇതിൽ എക്സ്ട്രാ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്രോസ് ഫ്രണ്ട് അക്രോസ് ബാക്ക് ഇങ്ങനെ നോക്കും, ബൈസപ്പ് അതൊക്കെ ഓക്കെ. ഇത് വന്നിട്ട് ഫ്രണ്ട് റാഗ്ലോൺ ഫ്രം നെക്ക്, അതായത് ഈ HPSൽ നിന്ന് ഇവിടെ വരെയുള്ള ലെങ്ത്താണ് അത്. അതേപോലെ ബാക്കിനും ഒരു ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് അളക്കുന്നത് റാഗ്ലോൺ സെയിം ലെങ്ത്ത് എന്ന് അളക്കുന്നത് വന്നിട്ട് നമ്മൾ ഹൈ പോയിൻ്റ് ഷോൾഡറിൽ നിന്നായിരിക്കും മാക്സിമം അളക്കുക, അല്ലെങ്കിൽ സെൻറ്റർ ബാക്കിൽ നിന്ന്. അല്ലാണ്ട് ഇത് അളക്കാൻ പറ്റത്തില്ല. വേറെ ഇതിൽ ഒന്നും എക്സ്ട്രാ ഇല്ല. അടുത്ത നമുക്ക് മെഷറിംഗ് ടേപ്പിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മെഷർമെൻറ്റ് ടേപ്പിൽ ഒരു സൈഡിൽ ഇഞ്ച് ഉണ്ടാവും, ഒരു സൈഡിൽ സീം ഉണ്ടാവും. 1 ഇഞ്ചിനെ 16 ഭാഗിച്ചിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഫോർമാറ്റിൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സൈഡ് ഇഞ്ചും ഉണ്ട്, ഒരു സൈഡ് സെൻറ്റിമീറ്ററും ഉണ്ട്. 1 ഇഞ്ചിന് ആദ്യം ഞാൻ 8 തിരിക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8. ഇതിൽ വന്നിട്ട് ഇത് വന്നിട്ട് 1/8 എന്ന് പറയും, അതായത് 8ൽ ഒരു പങ്ക്. ഇത് 1/4 എന്ന് പറയും, അതായത് 4ൽ ഒരു പങ്ക്. ഇത് 8/3 എന്ന് പറയും, അതായത് 8ൽ 3 പങ്ക്. ഇത് 1/2 ഇഞ്ച് എന്ന് പറയും, അതായത് 2ൽ ഒരു പങ്ക്, 1/2 ഇഞ്ച്. ഇത് 8ൽ 5 പങ്ക്, അതായത് 5/8 എന്ന് പറയും. ഇത് 4ൽ 3 പങ്ക്, 3/4 ഇഞ്ച്. ഇത് വന്നിട്ട് 7/8 എന്ന് പറയും, അതായത് 8ൽ 7 പങ്കും. ഇത് അങ്ങനെ 1 ഇഞ്ചും. ഓക്കെ. ഇനി 1 ഇഞ്ചിനെ 16 ഭാഗിക്കുകയാണ്. മാക്സിമം ഇതെവിടെയും വരത്തില്ല. ഇത് അക്യൂറേറ്റായിട്ട് മറ്റേ എഞ്ചിനീയറിംഗ് ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. സെയിം അത് തന്നെയാണ്. 16ൽ 1 പങ്ക്, 16ൽ 2 പങ്ക്, അതായത് 1/4 ഇഞ്ച്, 1/8 എന്ന് പറയും. ഓക്കെ. ഇത് വന്നിട്ട് 16ൽ 3 പങ്ക്,
3/16 എന്ന് പറയും. അപ്പോൾ ഇത് 1/4 ഇഞ്ചായി. മനസ്സിലായല്ലോ? ഇത് ഞാൻ എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കസ്റ്റമർ വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും, അതായത് 10/2/16 എന്ന് ചോദിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ മെഷർമെൻറ്റ് അളക്കാൻ കൺഫ്യൂസ് ആകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അതേപോലെ എന്താ പറയുക, മെഷറിങ്ങിന് ന്യൂമറിക്കൽ ഫോർമുല, ഇതിന് വന്നിട്ട് ഈ ഇഞ്ചസ് ഫോർമുലിൻ്റെ ന്യൂമറിക്കൽ ഫോർമെൻ്റായിട്ടും ചിലവർ തരും. അങ്ങനെ തരാറില്ല മാക്സിമം. അതായത് 1 to 5 എന്ന് പറഞ്ഞാൽ 1/8, 375 എന്ന് പറഞ്ഞാൽ 3/8, അങ്ങനെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇഞ്ചസിൻ്റെ പരിപാടി. അതായത് 16-ൽ 15 പങ്കും, ഇത് 16-ൽ 16 പങ്കും, അതായത് 1 ഇഞ്ചും. അടുത്ത നമുക്ക് സീം നോക്കാം. സീമിൽ വന്നിട്ട് ആണ്. 1 mm, 2 mm, 3 mm, 4 mm, 5 mm, 6 mm, 7 mm, 8 mm, 9 mm. അടുത്ത രണ്ടാമത്തെ സീം. ഒരു ഗാർമെൻറ്റ് ഫീൽഡിൽ വന്നിട്ട് ഈ മെഷറിംഗ് എന്ന് പറയുന്നതൊരു മെയിൻ ഘടകമാണ് കേട്ടോ. അതായത് എല്ലാം അത് ശരിക്കും മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. കാരണം നമുക്ക് പല സ്ഥലങ്ങളിൽ, അതായത് എന്തിനാണെങ്കിലും സാധാരണ ഒരു മെഷർമെൻറ്റ് ടേപ്പ് 60 ഇഞ്ചിലും 150 CM-ലും 1500 mm അല്ലെങ്കിൽ 5 അടി. ഒരു ഫീറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചും, ഒരു സീം എന്ന് പറയുന്നത് 10 mm, ഒരു ഇഞ്ച് എന്ന് പറയുന്നത് 2.4 CM, ഒരു യാർഡ് എന്ന് പറയുന്നത് 36 ഇഞ്ചും, ഒരു മീറ്റർ എന്ന് പറയുന്നത് 39.37, ഒരു മീറ്റർ എന്ന് പറയുന്നത് 1.094 യാർഡ് എന്നും പറയും. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഒരു എപ്പിസോഡുമായി നിങ്ങളെ വീണ്ടും കാണാം. ബൈ.